ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ 7 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറേയധികം ചോയ്സസ് ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ മുന്നിൽ ഓപ്ഷൻസേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്താണ് വേണ്ടിയതെന്ന് തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ശരിയേത് തെറ്റേത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റാതെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. മാത്രമല്ല ഇതിൽ ചില കാര്യങ്ങളിലൊക്കെ അഡിക്റ്റ് ആയിട്ടിരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ മുന്നിലുള്ള സാധ്യതകളിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് തിരഞ്ഞെടുക്കേണ്ട ഒരു സമയം കൂടിയാണ് എന്നുള്ളതാണ്. ഇതിൽ എല്ലാം സന്തോഷമുള്ള കാര്യങ്ങളാണ്, ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെയില്ല. അപ്പോൾ ഇവിടെ സന്തോഷമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നുള്ളതാണ്. ശരിക്കും ഏതൊരു കാര്യം തിരഞ്ഞെടുക്കുമ്പോഴും നിങ്ങൾ ഒന്ന് ആലോചിച്ചിട്ട് മാത്രം തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. നിങ്ങൾ ഇതിനു മുൻപ് ഇങ്ങനെയൊരു കാര്യം കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഡ്രസ്സ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിച്ചിരുന്നു എങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതിന് ഒരുപടി മേലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു സമയം എത്തുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഇവിടെ കുറേ ആളുകളും ചില അഡിക്ഷൻസിൽ നിന്ന് പുറത്തേക്ക് വരണമെന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹിച്ച ചില കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുന്ന ഒരു എനർജിയാണിത്. അതുപോലെ നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്തരത്തിൽ നിങ്ങൾക്ക് കൂടുതൽ ആഴത്തിൽ പഠിക്കണമെന്ന് ഉദ്ദേശിച്ച കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് പഠിക്കാനായിട്ട് തയ്യാറാകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി പുതിയ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ്. അതിനായിട്ട് പുതിയ കോഴ്സുകളിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നതാവാം. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം സന്തോഷിക്കുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ ഈ ഒരു സമയം ചെയ്യുന്ന കാര്യങ്ങൾ എൻജോയ് ചെയ്ത് അത് ചെയ്യുന്ന ഒരു എനർജിയാണ്. അതിനുള്ള അവസരങ്ങൾ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നു എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതുണ്ട് എന്നൊരു തോന്നൽ അത് നിങ്ങൾ മനസ്സിലാക്കി അതിനായിട്ട് നിങ്ങൾ പല കാര്യങ്ങളും ഇവിടെ ശ്രദ്ധിച്ച് മുന്നേറുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ ഈ സമയം കുറേയധികം ആളുകളും വളരെ ബിസി ആയിട്ട് ഇരിക്കുന്ന ഒരു എനർജിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ അതിൻ്റെ എല്ലാ വശങ്ങളും നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും പ്രോജക്റ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അതിൻ്റെ എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരോട് ചോദിച്ച് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും അത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം
ചെയ്യുക എന്നൊരു മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത്. പിന്നെ ഇവിടെ സ്റ്റാർ ആണ്. അപ്പോൾ ഹീലിംഗിൻ്റെ ഒരു എനർജിയാണ്, പ്രതീക്ഷയുടെ ഒരു എനർജിയാണ്. അതായത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും, അത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസത്തോടെ നിങ്ങൾ ഇരിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ ചിന്തകൾ മാനിഫെസ്റ്റ് ആകും. നിങ്ങൾ ഈ സമയം ഏറ്റവും പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക, ഏറ്റവും സന്തോഷത്തോടു കൂടി ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു അപ്രിസിയേഷനൊക്കെ കിട്ടുന്ന സമയമാണ്. അതായത് നിങ്ങളുടെ ആ ഒരു അപ്പിയറൻസ് നല്ലതാണെന്ന് മറ്റുള്ളവർ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അങ്ങനെ തോന്നാം. അപ്പോൾ ഈ സമയം നിങ്ങളെ കാണാൻ ഒരു പ്രത്യേകതയുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും എന്നുള്ളതാണ്. അതായത് പഴയതിനേക്കാളിലും നിങ്ങൾ ഒരുപാട് മാറി എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ ഒരുപക്ഷെ ഫുള്ളി നിങ്ങൾ മാറ്റിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു എനർജി, പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങൾ സ്പ്രെഡ് ചെയ്യുന്ന ഒരാളായി മാറിക്കഴിഞ്ഞു എന്നൊക്കെ മറ്റുള്ളവർക്ക് തോന്നി തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ് ഇതെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റാർ ആകാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് പാസ്റ്റിൽ നടന്ന സംഭവങ്ങളെ പറ്റിയുള്ള നെഗറ്റീവ് ചിന്തകളൊക്കെ ഇപ്പോഴും നിങ്ങളിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വിട്ടുകളയാൻ ശ്രമിക്കുക. നിങ്ങളത് ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്കിവിടെ പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഈ ഒരു സമയം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു ലക്ക് വരുന്ന ഒരു സമയമാണ് എന്നും കാണുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുത്തതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു സെലിബ്രിറ്റിയെ പോലെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളെ വേദനിപ്പിച്ച കുറേ കാര്യങ്ങൾക്കുള്ള ആ ഒരു ഉത്തരം അത് ഈ സമയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവാം. അത് നിങ്ങൾക്ക് മുന്നിൽ തെളിയുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ആത്മവിശ്വാസമൊക്കെ തോന്നും. പിന്നെ ഈ ഒരു സമയം നിങ്ങളുടെ സോളാർ പ്ലക്സസ് ചക്ര ഹീലാകുന്ന ഒരു എനർജിയാണ്. പിന്നെ ഇവിടെ വേൾഡ് കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ബ്രില്യൻ സക്സസ് നിങ്ങളെ തേടി വരുന്നു എന്നാണ്. അപ്പോൾ ഒരു പൂർണ്ണതയിൽ എത്തുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ആ ഒരു ലൈഫ് പർപ്പസ് ഒക്കെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന ഒരു സമയമാണ്. നിങ്ങൾ പലതരത്തിലുള്ള സ്ട്രഗിൾസിലൂടെയൊക്കെ കടന്നു പോകുന്ന ആളുകളായിരിക്കാം. പല പരീക്ഷണങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാം. ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് എന്ന തരത്തിൽ ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വരുന്നുണ്ടാവാം. അപ്പോൾ അത് എന്തുകൊണ്ടെന്നാൽ ഈ ഒരു കാര്യം എങ്ങനെ നമ്മൾ ഓവർകം ചെയ്യുമെന്ന് ദൈവം നമ്മളോട് ചോദിക്കുന്നതാണ്. ആ ഒരു കടമ്പ കടന്ന് നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്കൊരു സ്ട്രെങ്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ വേൾഡ് എന്ന് പറയുമ്പോൾ ഒരു ജീവൻ ഈ ഭൂമിയിൽ ഉത്ഭവിച്ച് അത് ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്ത് അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്ന ഒരു സമയമാണ് ഈ ഒരു വേൾഡ്. അപ്പോൾ നമ്മളുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം ഒരു സമാധാനത്തിലേക്ക് എത്തുന്ന അതായത് ഒരു ഫുൾഫിൽമെൻറ്റിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ സോൾ എന്ന് പറയുന്നത് ഒരു ഫുൾഫിൽമെൻറ്റ് എത്തുന്ന ഒരു അവസ്ഥയാണ്. ആ ഒരു ഫീല് നിങ്ങൾക്കുണ്ടാകും. ചിലപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സമാധാനമായിട്ട് ഈ സമയം ഇരിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പലതരത്തിലുള്ള ഗൈഡൻസ് എടുക്കുകയും ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആകുകയും ഒക്കെ ചെയ്യുന്നുവെന്നാണ്. ഈ ഒരു സമയം അത്തരത്തിൽ ചില കാര്യങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതുപോലെ ട്രാവൽ ചെയ്യുന്ന ആളുകളുടെ ഒരു എനർജിയും ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശരിക്കും മനസ്സിനൊരു സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ ഇവിടെ 6 ഓഫ് പെന്റക്കിൾസും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങളുടെ മുന്നിൽ ഒരു സഹായത്തിന് വേണ്ടിയിട്ട് ആര് വന്ന് കൈ നീട്ടിയാലും അത് അവർ അർഹിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക. അവർ അത്തരത്തിലൊരു സഹായം അർഹിക്കുന്നുണ്ടോ എന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം പലതും പറഞ്ഞ് മയക്കി നിങ്ങളിൽ നിന്ന് പണം തട്ടാനുള്ളൊരു എനർജി ഉണ്ട്. കാരണം ഇവിടെ നമുക്ക് ബോട്ടം വന്നിട്ടുണ്ടായിരുന്നത് 7 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ അത് ഈ ഒരു സമയം നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്.
അപ്പോൾ ഇവിടെ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല ഒരു പൂർണ്ണതയുള്ളൊരു ആളാണെന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് കുറേ തിരിച്ചറിവുകളും കുറേ പ്രശ്നങ്ങളുമൊക്കെ ജീവിതത്തിൽ ഉണ്ടായപ്പോഴാണ് നിങ്ങൾ എന്താണെന്നുള്ളത് സ്വയം തിരിച്ചറിയാൻ പറ്റിയത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളാകാൻ പറ്റിയത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് വന്നതുകൊണ്ടാണ്. അതുവരെ നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടാവാം. അതായത് ആ ഒരു ചുറ്റുപാടിൽ മാത്രം നിങ്ങൾ തളയ്ക്കപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങൾ അതിൽ ഒരുപാട് സന്തോഷിച്ചിട്ടുമുണ്ടാകാം. അപ്പോൾ അതിൽ നിങ്ങൾ കംഫർട്ടബിൾ ആണെന്നാണ് നിങ്ങൾ അന്ന് വിചാരിച്ചിരുന്നത് എങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ അതിൽ നിന്നും ഫ്രീ ആയി എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കൊരു ഫ്രീഡം കിട്ടി എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും തിരിച്ചറിയുന്നുണ്ട്. അതായത് നിങ്ങളിലെ ആ ഒരു യാഥാർത്ഥ്യം എന്തെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 6 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു എനർജിയാണ്. ഈ ഒരു സമയം നിങ്ങൾ ചെയ്ത നല്ല കർമ്മത്തിനുള്ള ഫലം നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ്. അതായത് പാസ്റ്റിൽ നിങ്ങൾ ആർക്കൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ അതൊക്കെ തിരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ മറ്റുള്ളവരെ ഒരുപാട് സഹായിക്കുന്ന ഒരു വ്യക്തിയാകാം. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ആ ഒരു സമയം അനുകൂലമാകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആർക്കെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ സഹായങ്ങളൊക്കെ അതൊക്കെ പല വഴികളിലൂടെ നിങ്ങളിലേക്ക് തിരികെ എത്തുമെന്നാണ് കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ നിങ്ങൾ സഹായിച്ച ആ ഒരു വ്യക്തി ആകണം എന്നില്ല നിങ്ങളെ തിരിച്ച് സഹായിക്കുന്നത്. അതിനായിട്ട് ദൈവം മറ്റു ചിലരെ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കർമ്മയിൽ വിശ്വസിക്കുക. ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ നല്ല കർമ്മത്തിൻ്റെ ഫലം കിട്ടിത്തുടങ്ങി എന്ന്. അത്തരത്തിൽ മനസ്സിലാകുകയും അതിൽ നിങ്ങൾ വളരെയധികം സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് എവിടെയാണോ മറ്റുള്ളവരുടെ സഹായം ആവശ്യമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ആളുകളെ ദൈവം നിയോഗിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് വിഷമിക്കുന്നുണ്ടെങ്കിൽ, ഒരുപാട് വിഷമിക്കുന്ന ആളുകളുടെ ഒരു എനർജി ഉണ്ട്. ഇവിടെ 5 ഓഫ് പെന്റക്കിൾസിൻ്റെ ഒക്കെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് സഹായത്തിനായിട്ട് പല ആളുകളും വരും. നിങ്ങളെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും. നിങ്ങൾ പൈസക്കൊക്കെ വിഷമിച്ചിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു വഴിയിലൂടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു സഹായം ലഭിക്കും. അപ്പോൾ ഈ ഒരു 5 ഓഫ് പെന്റക്കിൾസ് പറയുന്നത് ഇതിലൊരു നഷ്ടബോധത്തിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയാണ്. കുറച്ച് ആൾക്കാർ പൈസയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം കാത്തിരിക്കുന്ന ഒരു എനർജി ഉണ്ട്. നിങ്ങൾക്ക് മുന്നിൽ അടഞ്ഞുപോയ വാതിൽ തുറക്കുന്നതിനുള്ള ഒരു കാത്തിരിപ്പ് ഇതിലുണ്ട്. കുറച്ച് ആൾക്കാർ എന്തോ ഒരു കാര്യം വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ചിലപ്പോൾ പൈസ ആയിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പൈസ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ചില വ്യക്തികളെ ആയിരിക്കാം നിങ്ങൾ കാത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇത്തരത്തിലുള്ള നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യങ്ങൾ ഇതിനെല്ലാം ഒരു അവസാനം ഉണ്ടാകുമെന്നുള്ളതാണ്. നിങ്ങളെ മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ എന്ത് സിറ്റുവേഷനാണോ ഉള്ളത് ആ ഒരു അവസ്ഥയ്ക്ക് തീർച്ചയായിട്ടും ഇവിടെ മാറ്റം സംഭവിക്കുന്നുണ്ട് എന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ അവേക്കണിംഗ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു സ്പിരിച്വൽ അവേക്കണിങ്ങിൻ്റെ സമയമാണ് എന്നാണ്. ഇതൊരു ഹാങ്ഡ്മാൻ്റെ എനർജിയാണ്. അപ്പോൾ വേറൊരു കാഴ്ചപ്പാടിലൂടെ ഈ സമയം നിങ്ങൾ ഓരോ സാഹചര്യങ്ങളെയും കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ജീവിതത്തെ തന്നെ കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു സമയം വേറെങ്ങുമില്ലാത്ത ഒരു സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എത്ര ടെൻസ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ആയിരുന്നാലും ഈ സമയം അതായത് ആ ഒരു ടെൻഷനൊക്കെ നിങ്ങൾ മറന്ന് വളരെ കൂളായിട്ട് ഇരിക്കുന്ന ഒരു എനർജിയാണ്. അത്തരത്തിൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതുപോലെ വരുന്നതെല്ലാം വന്നോട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡായിരിക്കും നിങ്ങൾക്കുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു ധൈര്യം നിങ്ങൾക്ക് തോന്നുമെന്നുള്ളതാണ്.
പാസ്റ്റിൽ നിങ്ങൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെയധികം ടെൻഷൻ അടിച്ച് വിഷമിച്ചിരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഒരുപാട് വെപ്രാളപ്പെടുന്ന ആൾക്കാരായിരുന്നു എങ്കിൽ, ഈ സമയം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇതൊക്കെ വരേണ്ടതാണ്, അല്ലെങ്കിൽ ഇതിൽ നിന്നും ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടേണ്ടതാണ്, അല്ലെങ്കിൽ എനിക്ക് അത്തരത്തിലൊരു എക്സ്പീരിയൻസ് കിട്ടി, ഇത് കടന്നു പോകട്ടെ എന്ന് നിങ്ങൾ വളരെ ശാന്തമായിട്ട് ആലോചിക്കുന്ന ഒരു സമയമാണ്. കാരണം മറ്റുള്ളവരെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചതുപോലെയല്ല മറ്റു ചിലർ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അത് അറിഞ്ഞത് നന്നായി എന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയാണ്. അതുപോലെ മറ്റുള്ളവരോട് സഹാനുഭൂതിയും സ്നേഹവും ഒക്കെ തോന്നുന്നുവെന്നും ഇതിൽ കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ വാക്കുതർക്കങ്ങളുണ്ടായി, അതായത് പിണങ്ങിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയോട് പോലും ഈ സമയം നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വൈരാഗ്യമോ അങ്ങനെ ഒന്നും തോന്നുകയില്ല. അതായത് നിങ്ങൾക്ക് അവരോടൊരു സ്നേഹവും ഒരു കരുണയും ഒക്കെ തോന്നുമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം റെസ്റ്റ്ലെസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. ചിലപ്പോൾ ഈ ഒരു ദിവസം നിങ്ങൾക്ക് ഒരുപാട് ജോലി നിങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. ഒരു റെസ്റ്റും ഇല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം നിങ്ങൾ ഓടി നടന്ന് ചെയ്യേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ കുറേ ആൾക്കാർ ഈ സമയം വളരെ ആക്റ്റീവായിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കുറേ ആൾക്കാർ ഒരു ക്ഷീണമൊക്കെ നിങ്ങൾക്ക് വരുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾ ഈ സമയം ചെയ്യുന്ന കാര്യത്തിൽ ഫോക്കസ് ഉണ്ടായിരിക്കും എന്നാണ്. നിങ്ങൾക്ക് നല്ല ശ്രദ്ധയുണ്ടായിരിക്കും. പെട്ടെന്നൊന്നും ഒരാളിന് നിങ്ങളെ ഈ സമയം പറ്റിക്കാൻ പറ്റൂല എന്നാണ് കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഇതിൽ നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു നല്ല റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടും കാണുന്നുണ്ട്. ചിലപ്പോൾ ഇതൊരു സൗഹൃദമായിരിക്കാം. അത്തരത്തിൽ ഒരു നല്ല സൗഹൃദത്തിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുമുണ്ട്. മാത്രമല്ല ഈ ഒരു സമയം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ അത് വളരെയധികം കൂടുതലായിരിക്കും എന്നും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ പ്രതീക്ഷയോടെ ഇവിടെ ചെയ്യുന്നു എന്നാണ്. പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് വർക്ക് ചെയ്യാനുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഈ ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പല കാര്യങ്ങളും ചെയ്തു തീർക്കണം എന്നൊക്കെയുള്ളൊരു ചിന്തയൊക്കെ നിങ്ങൾക്ക് വരും. അതുപോലെ പാസ്റ്റിൽ നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച പല കാര്യങ്ങളും ചെയ്തു തുടങ്ങാനുള്ളൊരു ശ്രമമെങ്കിലും നിങ്ങൾ ഈ ഒരു സമയം നടത്തുമെന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ സമയം നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത് വളരെ സ്പീഡിൽ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും എന്നും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സമയം നിങ്ങളൊന്ന് മെറ്റീരിയലിസ്റ്റിക് ആകാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ഒരു നല്ല ഡ്രസ്സ് എടുക്കുകയോ, അല്ലെങ്കിൽ നല്ലൊരു ഫോൺ മാറ്റി വാങ്ങുകയോ, അല്ലെങ്കിൽ വണ്ടി വാങ്ങിക്കുകയോ, അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് കുറച്ച് ലക്ഷറീസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അത്തരത്തിൽ ഈ ഒരു സമയം അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ചിലപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതുമാവാം. അപ്പോൾ അതിൽ നിങ്ങൾക്കൊരു സന്തോഷമുണ്ട് എന്നുള്ളതാണ്. നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യം അത് നമ്മളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു കാര്യമാണ് എങ്കിൽ അത് ഇപ്പോൾ നമ്മുടെ ഫ്യൂച്ചറിലൊരു ധാരാളിത്തമായി മാറാതിരിക്കുന്ന എന്ത് കാര്യവും നിങ്ങൾക്ക് ചെയ്ത് സന്തോഷിക്കാമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ശരിക്കും നിങ്ങൾ പ്രാക്ടിക്കൽ ആകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കൈകളിലൂടെ മാനേജ് ചെയ്യപ്പെടും എന്നുള്ളൊരു എനർജി നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസമൊക്കെ തീർച്ചയായിട്ടും ഈ സമയം തോന്നി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം എത്ര വലിയ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ വന്നാലും ഇതിൽ കുറച്ചധികം ആൾക്കാർ വളരെ കൂളായിട്ട് അത് കാണാൻ ശ്രമിക്കും എന്നാണ് കാണുന്നത്. പിന്നെ നിങ്ങൾ പാസ്റ്റിൽ ചെയ്തിരുന്ന കാര്യത്തിന് ഒരു റിവാർഡ് ഈ സമയം കിട്ടുന്നതായും കാണുന്നുണ്ട്. മാത്രമല്ല മറ്റുള്ളവരെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഓഫീസിൽ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ അനുസരിക്കാത്ത സ്റ്റാഫൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അവരെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റുമെന്നുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ ആവാം.
കാരണം അങ്ങനത്തെ ഒരു പവർ നിങ്ങൾക്ക് ഈ സമയം ഉണ്ടാവും. നിങ്ങളെ എതിർക്കുന്ന ആൾക്കാർ പോലും നിങ്ങൾ പറയുന്നത് ഈ ഒരു സമയം അനുസരിക്കും എന്നാണ് കാണാൻ കഴിയുന്നത്. ശരിക്കും ഈ സമയം നിങ്ങൾക്കൊരു വിൽ പവർ ഉള്ളൊരു സമയമാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ പവർ നിങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് സ്റ്റെബിലിറ്റിയുടെ ഒരു കാർഡാണ്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നു എന്നാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഫൈനാൻസ് ആണ്. നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും പൈസ വേണം. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം സ്വന്തമായിട്ട് നേടിയെടുക്കാനുള്ളൊരു സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്ന് മനസ്സിലാക്കുക. പിന്നെ ഇവിടെ 4 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കൂടുതൽ ആൾക്കാരും സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ അട്രാക്റ്റഡ് ആകുന്ന ഒരു എനർജിയാണ്. ഇതിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങണമെന്നൊരു തോന്നലൊക്കെ നിങ്ങൾക്ക് വന്നേക്കാം. സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് വരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. കുറേ ആൾക്കാർക്ക് പുതിയൊരു കാര്യം തുടങ്ങുന്നതിന് മുന്നേ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഡിസിഷനൊക്കെ എടുക്കുന്നതിന് മുന്നേ അതിനെക്കുറിച്ച് നിങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ വളരെ കാമായിട്ട് ഉള്ളൊരു എനർജിയിലേക്ക് ഈ സമയം വരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൽ ഒരു മെഡിറ്റേഷനാണ് കാണാൻ പറ്റുന്നത്. കുറേ ആൾക്കാർ ഒന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ തീരുമാനിക്കുന്നുണ്ടാവാം. ഇപ്പോൾ ക്ഷീണമൊക്കെയുള്ള ആൾക്കാർ ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ഉറങ്ങണം എന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഒരുപക്ഷെ ഇതിൽ പലരും ഒരു മെഡിറ്റേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. അത്തരത്തിലൊരു എനർജിയും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ കിങ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങളിവിടെ പ്രാക്ടിക്കലായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഇമോഷൻസിന് പ്രാധാന്യം കുറച്ചുകൊണ്ട് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇമോഷന് പ്രാധാന്യം കൊടുത്തതുകൊണ്ട് തോറ്റുപോകേണ്ടി വന്നിട്ടുണ്ടാവാം പലപ്പോഴും. അപ്പോൾ ചില വ്യക്തികളോടുള്ള അറ്റാച്ച്മെൻറ്റ് കൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയേണ്ടെന്ന് വെച്ചിട്ടുണ്ടാവാം. അതായത് അവരെ അത് വിഷമിപ്പിക്കുമോ, അല്ലെങ്കിൽ എന്ത് തോന്നും, അവർ നിങ്ങളെപ്പറ്റി എന്ത് വിചാരിക്കും എന്നൊക്കെയുള്ള ചിന്ത കൊണ്ട് പല കാര്യങ്ങളും പറയാതെ പോകും. പക്ഷേ ഈ ഒരു സമയം കൃത്യമായിട്ട് നിങ്ങൾ അത് പറയാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ വഴി എന്താണ് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. അതായത് ഈ വഴിയെ പോയാൽ എനിക്ക് സക്സസ് ഉണ്ടാക്കാൻ പറ്റും എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്ക് പല കാര്യങ്ങളെക്കുറിച്ചും ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്, ക്ലിയർ വിഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ സമയം എന്താണ് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷനൊക്കെ കിട്ടുന്ന ഒരു സമയമാണ്. അതായത് നിങ്ങളെടുത്ത തീരുമാനം നല്ലതാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ സ്വയം ഒരു അഭിമാനമൊക്കെ തോന്നുന്ന സമയം കൂടിയാണ് ഇതെന്നും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ചാരിയറ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള പ്രതിഫലം കിട്ടുന്നു എന്നാണ്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി ചെയ്ത എന്തോ ഒരു പ്രവൃത്തിക്ക്, അല്ലെങ്കിൽ അത്രമാത്രം എഫേർട്ട് എടുത്ത എന്തോ ഒരു കാര്യത്തിന് പ്രതിഫലം വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കർമ്മഫലം അനുഭവിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ശരിക്കും നിങ്ങൾ കുറേയധികം കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ ഈ സമയം തിരഞ്ഞെടുക്കുന്നുണ്ടാവാം. മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ നെഗറ്റീവിനെയും പോസിറ്റീവിനെയും ഒക്കെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ദൃഢനിശ്ചയം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളൊരു ദൃഢനിശ്ചയം നിങ്ങൾക്ക് ഈ സമയം വരുന്നു എന്നാണ്. പിന്നെ നിങ്ങളുടെ വിൽ പവർ നിങ്ങളിവിടെ പ്രകടിപ്പിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ എന്താണെന്ന് മറ്റുള്ളവർക്ക് കൂടി ഈ സമയം മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. മാത്രമല്ല പബ്ലിക് റെക്കഗ്നേഷനൊക്കെ കിട്ടുന്നു എന്നാണ്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ എന്താണ്, എത്തരത്തിലുള്ളൊരു വ്യക്തിയാണ് എന്ന് നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരെയാണ്
നിങ്ങൾ ഡീല് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ഈ സമയം അവർ മനസ്സിലാക്കും നിങ്ങൾ യഥാർത്ഥത്തിൽ എന്തെല്ലാം കഴിവുകൾ നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നൊക്കെ അവർ മനസ്സിലാക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ സമയം നടക്കുമെന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മണി ബ്ലോക്സ് ഒക്കെ ഒന്ന് മാറി നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്രോബ്ലം അത് നിങ്ങൾക്ക് തന്നെ കൺട്രോൾ ചെയ്യുന്ന തരത്തിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അങ്ങനെ ഒരു സാഹചര്യം എത്തുമെന്നുള്ളതാണ്. ചിലപ്പോൾ കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റാതെ വളരെയധികം വിഷമിച്ചിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺട്രോളിലല്ലാത്ത കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് അത്തരത്തിൽ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈപ്പിടിയിലാക്കാൻ പറ്റുന്ന ഒരു സമയമാണ് എന്നും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ എംപ്രസ് ആണ്. അപ്പോൾ തീരുമാനങ്ങൾക്ക് ഒരു ദൃഢത വരുന്നു എന്നാണ്. നിങ്ങൾ ആലോചിച്ചിരുന്ന കാര്യം ചിലപ്പോൾ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന എന്തെങ്കിലും ഒരു കാര്യമാവാം. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുന്ന ഒരു എനർജിയാണ്. കുറേ ആൾക്കാർക്കും ഇത് ഫാഷൻ സംബന്ധമായ എന്തോ ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കേണ്ട ഒരു സമയമാണ് ഇതെന്നുള്ളതാണ്. ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ ആക്ഷൻ എടുക്കണം എന്നാണ്. മറ്റാരും നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കൂല എന്നൊരു തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മുടെ സ്വപ്നങ്ങളുടെ ഇൻറ്റൻസിറ്റി എത്രമാത്രമാണ് ഉള്ളതെന്ന് അത് നമുക്ക് മാത്രമേ അറിയാവൂ. അപ്പോൾ ആക്ഷൻ എടുക്കാൻ പറ്റുന്നവരെല്ലാം ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകണം എന്നാണ് നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന ഒരു മെസ്സേജ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.